സത്യത്തിൽ താൻ ഭാഗ്യവാനാണ് മുരളി. ജോബിനെ പോലൊരു സണ്ണിലോയെ തനിക്ക് കിട്ടിയില്ലേ? ഒരുപക്ഷെ മാളുവിൻ്റെ മനസ്സ് നമ്മളെക്കാളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ ജോബിന് കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ സന്തോഷിക്കാൻ നമുക്കൊരു വക കിട്ടിയത്. എന്താ മുരളി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആ, BP പറഞ്ഞത് പൂർണ്ണമായും ശരി തന്നെയാണ്. ജോബിനെ പോലെ ഒരാൾ മാളുവിൻ്റെ ലൈഫിലേക്ക് വന്നത് ഒരു ഭാഗ്യമായിട്ടാണ് ഇപ്പോഴെനിക്ക് തോന്നുന്നത്. അയാളുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവരുടെ ലൈഫ് ഒരു ഫെയിലിയർ ആയേനെ. പക്ഷെ BP തുറന്നു പറയാലോ, പ്രശ്നങ്ങളൊക്കെ ഒരുവിധം ഒതുങ്ങിയെങ്കിലും എൻ്റെ അശ്വതിയുടെയും ടെൻഷൻ ഇപ്പോഴും പൂർണ്ണമായി മാറിയിട്ടില്ല. ഇനി എന്തിനാണ് ടെൻഷൻ? അത് VPക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എന്താ മുരളി, പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരാളായിട്ട് തനിക്കെന്നെ തോന്നുന്നുണ്ടോ? അതല്ല VPയെ പോലെ വസ്തുതകൾ മനസ്സിലാക്കുന്ന ഒരാളോട് തുറന്നു പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് എനിക്കറിയാം. താൻ വളച്ചു കെട്ടാതെ കാര്യം എന്താണെന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പറ. നമ്മൾ തമ്മിൽ എന്തിനാ അങ്ങനെ ഫോർമാലിറ്റി? പറയൂ, എന്താ തന്റെ മനസ്സിൽ? കാര്യം അപ്പവും ആളും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ ആഴവും പരപ്പും ഒക്കെ ജോബിനും ടീച്ചർക്കും കാര്യമായി മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ചില ദോഷങ്ങളുണ്ട് VP. ദോഷോ? സോറി, എനിക്ക് മനസ്സിലായില്ല. അപ്പവും ആളും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് സ്ട്രോങ് ആയി തുടരുന്നിടത്തോളം കാലം മാളുവിൻ്റെ ലൈഫിൽ ജോബിനൊരു സെക്കൻഡ് പൊസിഷനേ ഉണ്ടാവും. അതൊരു ഡാർക്ക് റിയാലിറ്റിയാണ്. ശരിയല്ലേ VP? എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മൾ അവരുടെ സൗഹൃദത്തെയും ജീവിതത്തെയും പൊസിഷൻ വെച്ച് അളക്കുന്നുണ്ടാ. രണ്ടിനും രണ്ട് തലയല്ലേ മുരളി? പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയാം. പക്ഷേ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞതാ. അപ്പവും ആളും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇത്രയും ഫേമായിട്ട് തുടരുന്നിടത്തോളം കാലം ജോബിന് ആ സർക്കിളിന് പുറത്ത് തന്നെയാണ്. ഇപ്പൊ തന്നെ അപ്പു ഇവിടെ ഉള്ളതുകൊണ്ടാ ജോബിനൊപ്പം ആള് പോകാൻ തയ്യാറാവാത്തത്. പുറമേ പ്രശ്നമില്ലെന്ന് ജോബിൻ ഭാവിക്കുമെങ്കിലും അയാൾക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവുമെന്ന് BP ഒന്ന് ആലോചിച്ചു നോക്ക്. അല്ല, മാളുവിനോട് വേണമെങ്കിൽ ഞാൻ... വേണ്ട, ഇനി ഈ കാര്യം ആരും സംസാരിച്ചിട്ട് കാര്യമില്ല VP. ഞാൻ പറഞ്ഞല്ലോ, അപ്പു ഇവിടെ ഉള്ളിടത്തോളം കാലം മാളു അപ്പുവിനെ വിട്ടു പോവില്ല. കൊച്ചിയിലേക്കെന്നല്ല, ഭൂമിയിൽ ഒരിടത്തേക്കും. കുട്ടികൾ തമ്മിലുള്ള അടുപ്പവും സൗഹൃദവും ഒക്കെ നല്ലതാ. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു പരിധി വേണ്ട VP. മാളുവിനും ജോബിനും ഒരു ജീവിതം വേണം. കുടുംബവും കുട്ടികളും ഉണ്ടാവണം. അങ്ങനെയൊക്കെ അവരുടെ ജീവിതം സക്സസ് ആവണമെങ്കിൽ മാളു അപ്പുവിനേക്കാൾ ജോബിനെ കൂടുതൽ കെയറും കൺസിഡറും ചെയ്യണം. മുരളി പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷേ നമുക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? മുരളി പറയൂ. അതിന് ഒരു വഴിയേ ഉള്ളൂ VP. അവർ തമ്മിലുള്ള സൗഹൃദം ഇനി പഴയതുപോലെ അത്ര ഡെപ്തിലേക്ക് പോകാതെ നമ്മൾ നോക്കണം. അതിന് നമ്മളും കുറച്ചൊക്കെ ജാഗ്രത പാലിക്കണം. മുരളി എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ VP, അവർ തമ്മിൽ പഴയതുപോലെ കണ്ടുമുട്ടാനും ഒരുമിച്ച് നടക്കാനുമുള്ള അവസരം കുറയ്ക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒരേ ഒരു വഴി. അത് ശരിയാണ്. അതിന് മുരളി എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടോ? നമ്മുടെ രണ്ടുപേരുടെയും വീടുകൾ അടുത്തടുത്തായതാ ഏറ്റവും വലിയ പ്രശ്നം. ആരെങ്കിലും ഒരു കൂട്ടര് കുറച്ച് ദൂരത്തേക്ക് ഷിഫ്റ്റ് ചെയ്താ? അത് വേണോ മുരളി? നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് കുട്ടികൾ അറിഞ്ഞാൽ... അതൊരിക്കലും അവരറിയാൻ പാടില്ല. അവർക്ക് സംശയം തോന്നാത്ത ഒരു കാര്യവും കാരണവും കണ്ടുപിടിച്ചാവണം നമ്മളത് പ്രാവർത്തികമാക്കേണ്ടത്. എന്താ മുരളി മനസ്സിൽ കാണുന്ന പ്ലാൻ? അത് അല്ല, അന്ന് VP വീട് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതെന്തായി? അന്ന് നമ്മളങ്ങനെ തീരുമാനിക്കാനുണ്ടായ സാഹചര്യമൊന്നും ഇപ്പം നിലവിലില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതേപ്പറ്റി കൂടുതൽ ആലോചിച്ചില്ല. മാത്രമല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന വില വന്നു നോക്കിയവരാരും പറഞ്ഞതുമില്ല. വിലയുടെ കാര്യമാണ് തടസ്സമായിട്ട് നിൽക്കുന്നതെങ്കിൽ VP അത് കാര്യമാക്കണ്ട. ബയറ് ഞാൻ തരാം. അല്ലെങ്കിൽ മറ്റാരുടെയും പേരിൽ ഞാൻ തന്നെ ഇത് വാങ്ങിക്കോളാം. അതും VP പറയുന്നതിൽ ഒരു ചില്ലിക്കാശ് ബാർഗെയിൻ ചെയ്യില്ല. എന്താ?
എന്തു പറയുന്നു? എന്താ വി പി, എന്താ ഒന്നും പറയാത്തെ? ഏയ് ഒന്നുമില്ലടോ. പെട്ടെന്ന് താൻ അങ്ങനെ പറഞ്ഞപ്പോ എല്ലായ്പ്പോഴും ഒഴിഞ്ഞു പോകേണ്ടത് ഞാൻ തന്നെയല്ലേ? ജോബിനൊപ്പം ആള് പോയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇപ്പോ. അതിനുവേണ്ടി ഞാൻ വീട് വിട്ടൊഴിയാന്നൊക്കെ പറയുമ്പോ വി പി, മറ്റൊന്നും വിചാരിക്കരുത്. ഒരിക്കൽ വി പി അതിനെക്കുറിച്ച് ആലോചിച്ചതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞത്. അങ്ങനെ ആലോചിച്ചു എന്നുള്ള സത്യമാ. അതിന്റെ കാരണവും മുരളിക്ക് അറിയാലോ. എത്രയൊക്കെ ആയാലും അതൊരു വീട് മാത്രമല്ലല്ലോ, എന്റെയും ഗീതയുടെയും സ്വപ്നം കൂടിയായിരുന്നില്ലേ? ഞാനൊന്ന് ആലോചിക്കട്ടെ മുരളി, എന്നിട്ട് അറിയിക്കാം. പോട്ടെ. അതെ, കുറച്ചു നേരം ആയല്ലോ ഈ മൊബൈലിൽ കുത്തിപ്പിടിച്ചോളാം ഇരിപ്പ്. ഇനി ഒരു ബ്രേക്ക് എടുക്കാട്ടോ. ദാ ഈ ജ്യൂസും ബിസ്ക്കറ്റും കഴിക്ക. എനിക്ക് വേണ്ട ഹിമ, ഒട്ടും വിശപ്പില്ല. അത് പറഞ്ഞ പറ്റില്ല. രാവിലെ വിശപ്പില്ലെന്ന് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തതല്ലേ, ഇത്രയെങ്കിലും കഴിക്ക. പട്ടിണി കിടക്കുന്നില്ലെന്നോർത്ത് കൂടെയുള്ളവർക്കൊരു സമാധാനം കിട്ടുമല്ലോ. ഞാൻ കാരണം വക്കീലിനും ബുദ്ധിമുട്ടായല്ലേ? പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി. എന്റെ ഡോക്ടറെ, ഇനി ഇതുപോലുള്ള കലാപരിപാടികൾ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മുന്നറിയിപ്പെങ്കിലും തന്ന ഉപകാരമായിരുന്നു. നമ്മൾ മാനസികമായി ഒന്ന് റെഡിയായിരിക്കാലോ. എന്നാലും ഡോക്ടറെ പോലെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയ ഒരാളിൽ നിന്ന് ഇത്രയും ഭീരുത്വം നിറഞ്ഞൊരു പ്രവൃത്തി ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ. ആകാശം ഇടിഞ്ഞു വീണാലും താങ്ങാനുള്ള കരുത്തുണ്ടാവുന്നായിരുന്നു ഡോക്ടറെ കുറിച്ചുള്ള എന്റെ സങ്കല്പം. പക്ഷെ ഇതിപ്പോ ഇങ്ങനൊരു തൊട്ടാവാടിയാണെന്ന് അറിഞ്ഞപ്പോ സത്യം പറയാലോ അലീന, തന്നെ കുറിച്ചുള്ള എന്റെ എല്ലാ ഇംപ്രഷനും പോയി കിട്ടി. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല ഹിമ. ചെയ്തു പോയ മഹാ അപരാധങ്ങളെ കുറിച്ച് ഓർത്തപ്പോ എനിക്ക് എന്നോട് തന്നെ വല്ലാത്ത ദേഷ്യം തോന്നി. ഇങ്ങനെ ഒരുത്തി ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പോലും അർഹയല്ലെന്ന് എന്റെ മനസാക്ഷി എന്നോട് പലവട്ടം പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു പ്രഷർ താങ്ങാനാവാതെ വന്നപ്പോ ഒരു നിമിഷം എന്റെ മനസ്സ് കൈവിട്ടു പോയി. അത് സാരമില്ല അലീന, ഞാൻ തന്നെ കുറ്റപ്പെടുത്തിയതോ പരിഹസിച്ചതോ ഒന്നുമല്ല. എങ്കിലും ജോബിന്റെ മാളവികയുടെയും കാര്യത്തിൽ താൻ കാണിച്ചത് വളരെ ബുദ്ധിശൂന്യതയായിപ്പോയി. പലവട്ടം ഞാൻ മുന്നറിയിപ്പ് തന്നിട്ടും താൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ലല്ലോ. ഒടുവിൽ അതിന്റെ ഫലം സ്വയം ഏറ്റുവാങ്ങുകയും ചെയ്തു. പോട്ടെ, ഇനിയിപ്പോ കഴിഞ്ഞതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. ഇനിയെങ്കിലും അത്തരം വാശിയും വൈരാഗ്യമൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞ ലോകത്തെ സ്നേഹത്തോടു കൂടി കാണാൻ ശ്രമിക്ക. അപ്പൊ ഈ സങ്കടമൊക്കെ മനസ്സിൽ നിന്ന് മെല്ലെ അങ്ങ് മായും. ശരിയാണ് ഹിമ, യഥാർത്ഥ സ്നേഹത്തിന്റെ വില എന്താന്ന് എനിക്ക് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് മനസ്സിലായി. എന്റെ മനസ്സും പ്രവൃത്തിയും എത്ര നികൃഷ്ടമായിരുന്നുവെന്ന് ദൈവം എന്നെ ബോധ്യപ്പെടുത്തിയ ദിവസങ്ങളാ ഇപ്പൊ കടന്നുപോയത്. ഒക്കെ ആലോചിച്ച് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി. ഏയ്, അങ്ങനെയൊന്നും ചിന്തിക്കണ്ടേടോ. ജീവിതത്തിൽ ആർക്കും ഒരു വീഴ്ചയൊക്കെ പറ്റും. ആ വീഴ്ചയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവരാ യഥാർത്ഥ വിജയികളെന്ന് നമ്മളൊക്കെ വായിച്ചിട്ടില്ലേ? തന്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചതെന്ന് കരുതിയാ മതി. എനിക്ക് മാളൂനെയും ജോബിനെയും കണ്ട് ഒന്ന് അപ്പോളജൈസ് ചെയ്താൽ കൊള്ളാന്നുണ്ട്. ഞാൻ കാരണം അവരുടെ ജീവിതം തന്നെ സ്പോയിലായില്ലേ? എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നൊരാഗ്രഹമുണ്ട് ഹിമ എനിക്ക്. അക്കാര്യം ഓർത്ത് ഡോക്ടർ വിഷമിക്കണ്ട. അവരെപ്പോഴേ ഒന്നിച്ചു കഴിഞ്ഞു. ഏ, സത്യമാണോ? സത്യമാണോ ഹിമ? താനെങ്ങനെ അറിഞ്ഞു? മാളും ജോബിനും ശരിക്കും പിണക്കം മാറി ഒന്നിച്ചോ? അതേന്നെ, രണ്ടുപേരും കൂടി ഓഫീസിൽ എന്നെ കാണാൻ വന്നിരുന്നു. അവരുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറി. മാള് ഒപ്പിട്ട പെറ്റീഷൻ എന്റെ മുന്നിൽ വെച്ച് തന്നെ കീറിക്കളഞ്ഞിട്ടാ അവര് തിരികെ പോയത്. രണ്ടുപേരും വളരെ ഹാപ്പിയാ. താങ്ക് ഗോഡ്, ഇപ്പോഴാ എനിക്കൊരു സമാധാനായത്. അല്ല, അപ്പൊ അപ്പൂനിപ്പം മാളു ലിവിങ് ടുഗദർ ആയിരുന്നെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്.
അതൊക്കെ വെറുതെ ആൾക്കാർ ഊഹിച്ചുണ്ടാക്കിയ കഥകളാ. ശരിക്കും ഡിപ്രഷനിലായ മാളുവിനെ കൗൺസിലിംഗ് ചെയ്യിക്കാൻ വേണ്ടിയാ അപ്പൊ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയത്. രണ്ടുപേരുടെയും വീട്ടുകാരറിഞ്ഞ അത് സമ്മതിക്കില്ലെന്ന് പേടിച്ചിട്ടാ ഇങ്ങനൊരു സാഹസത്തിന് ആ പാവം മുതിർന്നത്. അതുകൊണ്ടെന്താ, ഇപ്പൊ എല്ലാവരുടെയും തെറ്റിദ്ധാരണകൾ മാറി ഒന്നിക്കേണ്ടവർ തമ്മിൽ ഒന്നിക്കുകയും ചെയ്തു. എന്താ ലീന, ഇപ്പൊ തനിക്ക് സന്തോഷായില്ലേ? ശരിക്കും ശരിക്കും സന്തോഷായി. ഞാൻ കാരണം അകന്നവര് തമ്മിൽ വീണ്ടും ഒന്നായല്ലോ. ദൈവത്തിനോട് അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇനിയെങ്കിലും തന്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക്. ഒന്നുകിൽ തന്റെ ഡാഡിയുടെ അടുത്തേക്ക് മടങ്ങിപ്പോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലില് ജോയിൻ ചെയ്യാൻ നോക്ക്. അങ്ങനെ എന്തെങ്കിലും നോക്കണം. ആദ്യം ഞാൻ ഈ ട്രോമയിൽ നിന്ന് പുറത്തു വന്നോട്ടെ. തന്നെ പോലെ മിടിക്കായ ഒരു പെണ്ണിന് അധിക സമയം വേണ്ടി വരില്ല. ഒന്ന് മനസ്സ് വെക്കണമെന്ന് മാത്രം. ആരാ ഈ സമയത്ത്? വക്കീലിന്റെ ഏതെങ്കിലും കക്ഷികളായിരിക്കും. ഞാനൊന്ന് പോയി നോക്കട്ടെ. അപ്പോഴേക്ക് താനിത് കഴിച്ച് മിടിക്കായിട്ടിരിക്കെ. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. എന്താ രണ്ടുപേരും കൂടി ഇവിടെ? ഞങ്ങളെ മാഡം തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ശരിക്കും വരൂ. ഇരിക്കൂ. അല്ല, എന്താ വന്നത്? എന്നോട് പറയാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? മാഡത്തിനെ കണ്ടതിന്റെ തുടർച്ചയായിട്ട് തന്നെയാ ഞങ്ങളുടെ ഈ വിസിറ്റും. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ വന്നത് മാഡത്തിനെ കാണാൻ വേണ്ടിയിട്ടല്ല. പിന്നെ? അലീനയുടെ കാര്യം അറിഞ്ഞപ്പോൾ മുതൽ മാളൂന് വല്ലാത്ത വിഷമം. ഒന്നുമില്ലെങ്കിലും അലീനയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ഞങ്ങളും കൂടിയാണല്ലോ. എന്നാ ആര് പറഞ്ഞു? അലീന ഇതൊക്കെ സ്വയം വരുത്തി വെച്ചതാണ്. അതിപ്പോ അവള് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചെയ്യാത്ത തെറ്റിന്റെ പേരിലുള്ള കുറ്റബോധം നിങ്ങൾക്ക് തോന്നേണ്ട ആവശ്യമില്ല. ഏത് രീതിയിലാണെങ്കിലും ഞങ്ങളും ഈ സംഭവത്തിൽ ഇൻവോൾവ് ആണല്ലോ. ഞങ്ങൾക്ക് അവരുടെ ദേഷ്യം നല്ലെന്നറിഞ്ഞ അവരുടെ മനസ്സിനത് ആശ്വാസമാവും. അതൊന്ന് നേരിട്ട് പറയാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല മാളവിക. ഈ അവസ്ഥയിൽ അലീന നിങ്ങളെ കാണാതിരിക്കുന്നതാ നല്ലത്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എന്നെ കാണാൻ വന്ന കാര്യം ഞാനിപ്പോ അലീനയോട് പറഞ്ഞതേ ഉള്ളൂ. അതറിഞ്ഞപ്പോ തന്നെ അലീന ഹാപ്പിയാ. ചിലപ്പോ നിങ്ങളെ നേരിട്ട് കണ്ട പഴയതൊക്കെ ഓർത്ത് വല്ലാതെ വറീഡാകും. അത് വേണോ? എനിക്കല്ല മാഡം, മാളൂന് അലീനയെ കാണണമെന്ന് നിർബന്ധം. അത് വേണ്ടെന്നൊക്കെ ഞാൻ മാക്സിമം പറഞ്ഞു നോക്കിയതാ. പക്ഷെ മാളു സമ്മതിക്കണ്ടേ? എന്താ മാഡം, അലീനയെ കാണുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പം? കുഴപ്പമുണ്ടായിട്ടല്ല. എങ്കിലും അത് വേണമെന്ന് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? അത് സാരമില്ല മാഡം. അലീനയുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് ഊഹിക്കാൻ പറ്റും. ഈ സമയത്ത് അലീനെ നേരിൽ കണ്ടെന്ന് ആശ്വസിപ്പിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു ദോഷവും അലീനയ്ക്ക് ഞങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നില്ല. അതൊക്കെ ശരിയാണ് മാളവിക. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു കൂടിക്കാഴ്ച രണ്ടു കൂട്ടരുടെയും മനസ്സിൽ പഴയ ഓർമ്മകൾ ഉണർത്താനേ ഉപകരിക്കൂ. ഉണങ്ങാൻ തുടങ്ങുന്ന മുറിവ് വീണ്ടും വീണ്ടും കുത്തി മുറിവേൽപ്പിക്കുന്നത് പോലെയാവും അത്. അത് വേണമെന്ന് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോ തിരിച്ചു പോവാം. വന്നത് എന്റെ കക്ഷികൾ ആരെങ്കിലും ആണോന്ന് ഞാൻ അലീനയോട് പറഞ്ഞോളാം. എന്താ? മാഡം പ്ലീസ്, ഞങ്ങൾ ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ. എന്നിട്ട് അവരെ കാണാതെ പോകുന്നത് എന്തോ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എങ്കിൽ പിന്നെ ഞാൻ തടസ്സം പറയുന്നില്ല. പഴയ കാര്യങ്ങളെക്കുറിച്ച് അധികം സംസാരിക്കാതിരുന്ന നല്ലത്. ഞങ്ങൾക്കറിയാം മാഡം. ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിക്കോളാം. ഹിമ, ആരാ വന്നത്? ക്ഷമിക്കണം. ഇങ്ങനൊരവസ്ഥയിൽ ഡോക്ടറെ കാണാൻ വരേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയതല്ല ഞാൻ. ഡോക്ടർ എന്തിനാ ഇത് ചെയ്തതെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്കറിയാം. ജീവിതത്തിന്റെ ഒരു പ്രത്യേക സ്റ്റേജിൽ വെച്ച് ഒരിക്കലും ഇത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരാളാണ് ഞാൻ. പിന്നീട് ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ തിരിച്ചു കിട്ടിയ ഒരു ജീവിതം എൻ്റേത്.
പക്ഷേ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന സ്ഥിതിക്ക് ചെയ്തു പോയ അബദ്ധം ഇനി ഒരിക്കലും ആവർത്തിക്കില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ച് മുന്നോട്ട് പോവാ ഇപ്പോഴും. ഞാൻ ഉപദേശിക്കുന്നൊന്നുമല്ല, എങ്കിലും ഡോക്ടറെ പോലെ കഴിവും ആത്മവിശ്വാസവും ഉള്ള ഒരാള് ഇടയ്ക്ക് വെച്ച് തോറ്റു പിന്മാറേണ്ട ഒന്നല്ല ജീവിതം. അത് ഡോക്ടറോട് നേരിൽ കണ്ടെന്ന് പറയണമെന്ന് തോന്നി, അതിനു വേണ്ടിയാ വന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ ഒപ്പം ഡോക്ടറുടെ സുഹൃത്തുമുണ്ട്. അലീന, ഒരിക്കലും ഇങ്ങനൊരവസ്ഥയിൽ തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. എന്തു പറ്റിയത് എനിക്ക്? ഇങ്ങനെ നിരാശപ്പെടാനും മാത്രം അലീനയുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. എനിക്കറിയാം ജോബിൻ, നിരാശയോ നഷ്ടബോധമോ കൊണ്ട് ജീവിതം മതിയാക്കാൻ നടത്തിയൊരു അറ്റംപ്റ്റ് അല്ലത്. എന്റെ മനസ്സിലുണ്ടായ കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടാനാകാതെ വീർപ്പുമുട്ടുമായിരുന്നു ഞാൻ. ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ മാത്രം ഞാൻ ഡോക്ടറെ പ്രൊവോക്ക് ചെയ്തിരുന്നു എങ്കിൽ എന്നോട് ക്ഷമിക്കൂ ഡോക്ടർ. ഒരിക്കലും ഞാനതെന്റെ വിജയമായിട്ട് കാണുന്നേയില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറി നടക്കാൻ ഞാൻ ആവശ്യപ്പെട്ടത് നിങ്ങളുടെ കൂടെ ഒരു നല്ല ഭാവിയെ കരുതിയേ. എനിക്കറിയാം മാളവിക, നല്ല മനസ്സുള്ള ഒരു വ്യക്തിക്ക് തന്നെ ഒരുപാട് ദ്രോഹിച്ച ഒരാളോട് പോലും ഇത്ര സൗമ്യമായും സമഭാവനയോടും കൂടി സംസാരിക്കാൻ പറ്റും. സത്യത്തിൽ മാളു അന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങളാ എന്റെ തെറ്റുകളുടെ ആഴം എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത്. സത്യം പറഞ്ഞ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അക്ഷരാർത്ഥത്തിൽ ഞാൻ കുറ്റബോധത്തിന്റെ നെരിപ്പോടിൽ നീറിപ്പോകുകയായിരുന്നു. ആ ചൂടും വിങ്ങലും താങ്ങാനാവാതെയാ എല്ലാം മതിയാക്കാൻ ഞാൻ തീരുമാനിച്ചത് പോലും. ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങൾ രണ്ടുപേരെയും എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട്. പോട്ടെ ഡോക്ടർ, ചെയ്തു പോയതിനെ കുറിച്ചുള്ള പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തെന്ന് ഡേസി ആന്റി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനൊന്ന് മാറി ചിന്തിക്കാൻ ഡോക്ടർക്ക് തോന്നിയല്ലോ. അതോടുകൂടി എല്ലാ തെറ്റുകൾക്കുള്ള പരിഹാരമായെന്ന് സ്വയം സമാധാനിക്കും. അല്ലാതെ ഒരിക്കലും ഇതുപോലുള്ളൊരു ഭീരുത്വത്തെ പറ്റി ഇനി ചിന്തിക്കുകയേ ചെയ്യരുത്. മാളവിക പറഞ്ഞത് വളരെ ശരിയാ. ജീവിതം എത്രമേൽ സുന്ദരമായിരുന്നു എന്ന് നമ്മളിത് അവസാനിപ്പിക്കാൻ തീരുമാനിക്കുമ്പോഴാണ് തിരിച്ചറിയുന്നത്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ സ്വാർത്ഥതയും അഹങ്കാരം കൊണ്ട് നമ്മൾ അത്രമേൽ ഇത് മലീനസപ്പെടുത്തിയിരിക്കും. അങ്ങനെയൊന്നും ചിന്തിക്കരുത് അലീന. തന്നെ പോലെ ഒരാൾക്ക് പറ്റിപ്പോയ തെറ്റുകളുടെ ഗൗരവം മനസ്സിലാക്കാനും അത് തിരുത്താനുമുള്ള വിവേകവും ബുദ്ധിയുണ്ട്. സ്വന്തം പ്രവൃത്തിയിലൂടെ പറ്റിപ്പോയ തെറ്റുകൾ സ്വയം തിരുത്താൻ ശ്രമിക്കുന്നവരാ തന്നെപ്പോലെ ഞങ്ങളും. അതുകൊണ്ട് കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിച്ച് നിരാശപ്പെടാതിരിക്കുക. അതെ ഡോക്ടർ, എല്ലാവരുടെ ജീവിതത്തിലും ആവർത്തിക്കാൻ ആഗ്രഹിക്കാത്ത തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അത് തിരുത്തി മുന്നേറുമ്പോഴാണ് ജീവിതം ഡോക്ടർ പറഞ്ഞ പോലെ സുന്ദരമായി തീരുന്നത്. ഇനി ഡോക്ടറും അങ്ങനെ മനോഹരമായ ഒരു ജീവിതത്തിലേക്കാണ് നടന്നു തുടങ്ങുന്നത്. അല്ലാതെ ഒരിക്കലും പരാജയ ഭീതിയോടെ ഡോക്ടറെ പോലൊരാൾ ജീവിതത്തെ കാണുക ചെയ്യരുത്. താങ്ക്സ് മാളവിക. ഒരുപക്ഷെ നിങ്ങളിവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ നിരാശയിൽ നിന്ന് കരകയറാൻ ഞാൻ ഇനിയും സമയമെടുത്തേനെ. പക്ഷേ ഇപ്പൊ എന്റെ മൈൻഡ് ക്രിസ്റ്റൽ ക്ലിയറാ. ഒരുപക്ഷെ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാവും ദൈവം എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ തോന്നിപ്പിച്ചത്. ഇല്ല മാളവിക, ഇനി ഒരിക്കലും താൻ പറഞ്ഞതുപോലെ ഞാൻ ഈ മണ്ടത്തിൽ ആവർത്തിക്കില്ല. ഇനിയുള്ള ജീവിതം എനിക്ക് എത്രമേൽ സുന്ദരമാക്കാൻ പറ്റുമോ അത്രമേൽ മനോഹരമാക്കണം. അതിന് എന്നെ സഹായിക്കാൻ എന്റെ നല്ല കൂട്ടുകാരായി എന്നെ നിങ്ങളുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചോട്ടെ. ഷുവർ ഡോക്ടർ.